ഞാൻ വയനാടുകാരിയാണെന്ന് പറയുന്ന സമയത്ത് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഓ നിങ്ങൾ മറ്റേ വള്ളി തോന്നിയിട്ടായിരിക്കില്ലേ വരുന്നത്? നിങ്ങളെ നാട്ടിൽ ടി വി ഉണ്ടാ? നിങ്ങൾ പ്രേംനസർ മരിച്ചത് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് തിയേറ്റർ ഉണ്ടാ? നിങ്ങളെ നാട്ടിൽ ആനയും പുലിയൊക്കെ ഇറങ്ങും. ഞങ്ങൾ വള്ളി തൂങ്ങിയിട്ട് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്താ നമുക്ക് ഭയങ്കര നല്ല സ്റ്റാമിന. സ്കൂളില്ലാണ്ടാണ് ഞാൻ പെട്ടെന്ന് ജനിച്ച പാടെ ഞാൻ MA കാരിയായി. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. നമ്മൾ ഗുരുവിന്റെ വീട്ടിൽ പോകുന്നു, അവിടെ നിൽക്കുന്നു, താമസിക്കുന്നു, നമ്മൾ അഭ്യാസങ്ങളൊക്കെ പഠിക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാം, നമ്മളെന്തെങ്കിലും ലോകത്തുള്ള ആൾക്കാരല്ലേ? പിന്നെ ഭൂമിന്റെ ഗ്ലോബിൽ നിങ്ങൾ ഞങ്ങളെ കാണാറില്ല. വയനാട് കണ്ടിട്ടുണ്ടോ? വയനാട് വന്നിക്കണം. നിങ്ങൾ ആ ചോരം കയറി വരുന്ന എന്ത് തേങ്ങയ്ക്കാം? സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് നിങ്ങൾ എവിടേക്കാ വരുന്നത്? വയനാട്ടിലേക്കല്ലേ? പിന്നെ കാട് കയറാൻ വേണ്ടിയിട്ടും മറ്റേത് കയറാൻ വേണ്ടിയിട്ടും എങ്ങോട്ടേക്കാ വരുന്നത്? ഒരു ഞായറാഴ്ച ശനിയാഴ്ച അവധി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടേക്കാ വരുന്നത്? വയനാട്ടിലേക്കല്ലേ വരുന്നത്? പിന്നെ ഞങ്ങൾക്ക് ഇപ്പുറത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ കർണാടക, ഇപ്പുറത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്. എത്ര ലാംഗ്വേജ് അറിയാം? നമുക്ക് 3 മിനിമം അറിയാം. ഹിന്ദി അതിൽ ഉൾപ്പെടൂല, ഇംഗ്ലീഷ് അതിൽ ഉൾപ്പെടൂല, മലയാളം, തമിഴ്, കന്നഡ. ബത്തേരിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഒരു കന്നഡ. ആൾക്കാരോടും, അതായത് എന്റെ നാട്ടുകാരോടും മറ്റേ പാട്ടവയൽ ആൾക്കാരത്തൊക്കെ ചോദിക്കും, ഒരു നല്ല തമിഴ് അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ കളിയാക്കാൻ നിൽക്കരുത്. നിങ്ങൾ പോകുന്നത് ആനേനും പുലിനൊക്കെ ആയിട്ടാണ്. നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലിനൊക്കെ കാണാൻ പറ്റും, ആനേനൊക്കെ കാണാൻ പറ്റും. അറിയാം നിങ്ങൾക്ക്? നിങ്ങളെ വീട്ടിൽ അങ്ങനെ സാധനം കിട്ടും? ഞങ്ങൾ വീട്ടിലുണ്ടൊക്കെ പുലിയൊക്കെ ഓരോ ടെറിട്ടറിയിലായിരുന്നു ജീവിക്കേണ്ടത്. ഇപ്പൊ അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഒരു ജീവിക്കും. ഞങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് പൂച്ചാനെ പോലെ പുലിനൊക്കെ കാണുന്നത്. അറിയാം നിങ്ങൾക്ക്?